പരകായ പ്രവേശം ടാസ്ക് തൂക്കിയത് നിസ്സംശയം പറയാം അർജുനാണെന്ന്. അതിൽ യാതൊരു സംശയവും വേണ്ട. ലൈവ് കണ്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ട് ചിരിക്കാനായിട്ടുണ്ടായിരുന്നു. എപ്പിസോഡിൽ അത്രയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. 1 അവറിൻ്റെ ഉള്ളിൽ കാണിക്കണമല്ലോ, അതുകൊണ്ട് എപ്പിസോഡിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല. BB+ൽ അത്യാവശ്യം കുറച്ചും കൂടി കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം അർജുൻ എന്താണ് ഇന്ന് കാണിച്ചു കൂട്ടിയത് എന്നുള്ളത്. അത്രയും അതിമനോഹരമായിട്ടാണ് അർജുൻ ഇന്നത്തെ ആ പരകായ പ്രവേശം ടാസ്കിൽ നോറയെ അനുകരിച്ചത്. നോറ പോലും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന തരത്തിൽ നോറയ്ക്ക് പോലും അത്രയും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നോറയെ സംബന്ധിച്ചിടത്തോളം നോറയെ ഒരാൾ കളിയാക്കുന്നത്, കുറ്റം പറയുന്നത് ഒക്കെ നോറ അപ്പം തന്നെ എന്നെങ്ങനെ ചെയ്യരുത്, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് അർജുൻ ആക്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ നോറ വന്ന് പറയുന്നുണ്ടായിരുന്നു, അർജുനെ നീ എന്നെ പോലെ തന്നെ ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരാളെ ഇത്രത്തോളം നിരീക്ഷിച്ച് എങ്ങനെ അർജുൻ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ പ്രചരിക്കുന്നുണ്ട്. നോറ ചെയ്തിരുന്ന കറക്റ്റ് കാര്യങ്ങളാണ് അവിടെ അർജുൻ ചെയ്തിരുന്നത് എന്നുള്ളത്. ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാതെ നോറയെ അത്രയും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അവിടെ ഓരോ ക്യാരക്ടറുകളെയും ചെയ്യാനായിട്ട് അർജുനെ പറ്റുമെന്ന് അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അവിടെ അർജുൻ തന്നെ ഈ ടാസ്കിന് ശേഷം പറയുന്നുണ്ടായിരുന്നു, ജിൻഡോ ചേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും, ഋഷിനെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം, ശ്രീധുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളെ കുറിച്ചും അർജുൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. നോറ പോലും ഇത്രയും ഇഷ്ടപ്പെട്ടു എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസിന്റെ ആ വിളി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ ഗെയിമിൽ അവിടെ ബിഗ് ബോസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവരുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. പക്ഷെ ബിഗ് ബോസും അതിലൊരു അംഗമായിട്ട് അവിടെ നോറയെ ആയിട്ട് അർജുനെ വിളിക്കുന്നു, എന്നിട്ട് നോറയുടെ അടുത്ത് സംസാരിക്കുന്നു. അപ്പൊ അർജുന്റെ ആ ഒരു സംസാരം ഒക്കെ നോറ ഇരുന്ന് സംസാരിക്കുന്ന അതേ ശൈലിയിലിരുന്ന് സംസാരിച്ച് അവസാനം അവിടെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് അവിടെ പോയിരിക്കൂ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് നിങ്ങളൊരു മാന്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഇറങ്ങിപ്പോകുന്ന ആ ഒരു സീൻ, എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത ഒരു സീനുകൾ തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല.